ഹായ് ഹലോ. അപ്പോൾ നമുക്ക് മൈസൂർ പാലസ് കാണാൻ പോയാലോ. അപ്പോൾ ഞങ്ങൾ തലേന്ന് രാത്രി പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഒരു 10:30 ഞങ്ങൾ മൈസൂർ എത്തി. അപ്പോൾ ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് മൈസൂർ പാലസ് ആണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന കുറച്ച് അടുത്തായിട്ട് തന്നെയായിരുന്നു മൈസൂർ പാലസ്. അപ്പോൾ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിൻ്റെ ഹൃദയ ഭാഗത്താണ് നമ്മുടെ ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ താജ്മഹലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന ഒരു പാലസാണ് നമ്മുടെ ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത്. ഏകദേശം 27 ലക്ഷത്തോളം ജനങ്ങൾ വരുന്നു എന്നാണ്, സന്ദർശകർ വരുന്നു എന്നാണ് പ്രതിവർഷം. അതുപോലെ തന്നെ ഈ മൈസൂർ പാലസിന് വേറൊരു പേരുണ്ട്, അംബാവിലാസം പാലസ് എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് മൊത്തം 72 ഏക്കറാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പാലസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് 4 കവാടങ്ങളുണ്ട് കേട്ടോ. ആ 4 കവാടങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള പേരുമുണ്ട്. അതായത് ജയമാർത്താണ്ഡ കവാടം, അതുപോലെ ജയരാമ കവാടം, ബാലരാമ കവാടം, വരാഹ കവാടം, അങ്ങനെ 4 പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ 1399 മുതൽ 1950 വരെ മൈസൂർ ഭരിച്ചിരുന്നത് വാടിയാർ രാജവംശമാണ്. അവരുടെ ഔദ്യോഗിക വസതിയായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വട്ടം ഇത് പുതുക്കി പണിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം എന്ന് പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ടിൽ യദുരാജ വാടിയാറാണ് ഇത് പണി കഴിപ്പിക്കുന്നത് തടിയിൽ. അപ്പോൾ പിന്നീട് ഒരുപാട് വട്ടം ഇത് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്, ഒരുപാട് വട്ടം തീ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നീട് 1897 പിന്നീട് പണി തുടങ്ങി. 1912 ഇത് പൂർത്തീകരിക്കും. 42 ലക്ഷം രൂപയാണ് അന്നത്തെ കാലത്തായതെന്ന് പറയുന്നത്. പിന്നീട് വീണ്ടും 19-ാം നൂറ്റാണ്ടിൽ ഒരു രാജ്ഞിയുടെ വിവാഹ ചടങ്ങിൽ വീണ്ടും തീപിടിക്കുകയും 1940 ഈ കാണുന്ന രീതിയിലൊക്കെ അവർ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദാ ഇരിക്കുന്ന പീരങ്കിയൊക്കെ ഒറിജിനൽ പീരങ്കിയാണ് കേട്ടോ. അതുപോലെ ഈ ആനത്തലയെന്ന് പറയുന്നത് 2 ആനയുടെ തല അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒറിജിനൽ ആനയുടെ തലയാട്ടോ. അതായത് 1955 ബന്ദിപ്പൂർ വനമേഖലയിൽ 2 ആനകൾ ഭയങ്കര ശല്യം ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ. അപ്പോൾ ജനങ്ങൾ വന്ന് രാജാവിനോട് പരാതി പറയും. അങ്ങനെ പരാതി പറയുമ്പോൾ അന്നത്തെ രാജാവ് ജയിച്ചാമരാജ് ചെന്നിട്ട് ഈ ആനയുടെ തല ഇങ്ങ് വെട്ടിക്കൊണ്ടുവരിക ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കൊണ്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് വർഷാവർഷം എല്ലാ വർഷവും ഇതിന് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. കാരണം ഒറിജിനൽ ആന തലയാണ് ഇരിക്കുന്നത്. പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ വാസ്തുശില്പി എന്നൊക്കെ പറയുന്നത് ഒരു അടിപൊളിയാണ്. നമ്മൾ എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് ഈ മൈസൂർ പാലസ് എന്നൊക്കെ പറയുന്നത്. അതായത് ഇൻഡോ സാർസനിക് എന്ന് പറയും. ഹിന്ദു, രജപുത്ര, ഗോത്തി, ഇസ്ലാം രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാണ് ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ കല്യാണ മണ്ഡപം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് രാജ്ഞിമാരുടെ കല്യാണം നടക്കുന്നതും അതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടക്കുന്നത് അവിടെയായിരുന്നു. അതുപോലെ ഈ ഒരു കോട്ടയാടിൽ അന്നത്തെ കാലത്ത് ഈ വാടിയാർമാരെന്ന് പറയുന്നത് അവർക്ക് ഗുസ്തിയിലൊക്കെ ഭയങ്കര കമ്പമുള്ളവരായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കൂടെ ഗുസ്തി നടത്തുമായിരുന്നു. പക്ഷേ ഗുസ്തിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കൈയൊക്കെ കൊടുത്ത് പിരിയുമായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഗുസ്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ മരിക്കുമായിരുന്നു ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു അന്നത്തെ ഗുസ്തിയുടെ അവസാനം എന്നൊക്കെ പറയുന്നത്. പിന്നെന്ന് പറയുന്നത് ഇതിനകത്ത് പെയിൻറ്റിങ്ങും കാര്യങ്ങളുണ്ട് കേട്ടോ. പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ജീവനുള്ള പോലെ തോന്നും. അത്രയ്ക്ക് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ആ പെയിൻറ്റിങ് തന്നെ കുറേ നേരം നമ്മൾ നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിക്കുള്ള പെയിൻറ്റിങ്ങാണ്. പിന്നെ അന്നത്തെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയൊക്കെ ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ രാജാ രവിവർമ്മയുടെ 2 ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹം അവസാനം വരച്ച സീതാ സ്വയംവരമൊക്കെ ഇവിടെയാണ് ഉള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നത് ദർബാർ ഹാളാണ് കേട്ടോ. ഇവിടെയാണ് ജനങ്ങളും രാജാവും തമ്മിൽ അഭിമുഖം കണ്ടിരുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. അതുപോലെ ദസറ നടത്തും. ദസറ എന്ന് പറയുമ്പോൾ കർണാടകയിലെ ദേശീയ ഉത്സവമാണ് ദസറ. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ വരും. ഭയങ്കര ആഘോഷമൊക്കെയാണ്. അപ്പം രാജാവ് ഇവിടെ വന്നിരിക്കും. അതുപോലെ വിശിഷ്ട അതിഥികളൊക്കെ സൈഡിലൊക്കെ വന്നിരിക്കും. അങ്ങനെയൊക്കെ നടക്കും. അപ്പോൾ ഈ ദസറ നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ഒരു പീരങ്കി കാണിച്ചില്ലേ, അതാണ് ആചാരവെടിയായിട്ട് ഇപ്പോഴും ആ പീരങ്കി ഉപയോഗിച്ചാണ് അവർ നടത്തുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതിന് മേളിലെന്ന് പറയുന്നത് ദശാവതാരത്തിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് സിൽവർ ചെയറാട്ടോ ആയിരുന്നത്, ആനക്കൊമ്പ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഈ പിക്ചർ എന്നൊക്കെ പറയുമ്പം അന്നത്തെ കാലത്ത് ടിപ്പുവിൻ്റെ ആ സമയത്തുള്ള യുദ്ധങ്ങളുടേതും അതുപോലെ തന്നെ ഈ സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ ആ ചിത്രങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ദസറ സമയത്ത് ഇതിനകത്ത് 1 ലക്ഷത്തോളം വരുന്ന ബൾബുകളാണ് ഇതിനകത്തുള്ളത്. അത് മൊത്തം തെളിയിക്കും. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ വീക്കെൻഡിലും ഇത് തെളിയിക്കാറുണ്ട്. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് കൃഷ്ണരാജ വാടിയാരുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലും കൊതി തീരത്തില്ല. അത്രയ്ക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇതിനകത്തുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനൊരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പാലസിൽ വരുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വന്നിട്ടുള്ളതാണ്. അന്ന് നമുക്ക് അകത്തൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. നമുക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ പക്ഷേ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. അന്ന് ഞങ്ങൾ കണ്ടിട്ട് പുറത്തിറങ്ങി കഴിയുമ്പം അവിടെ ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ കൊടുത്തേക്കും പാലസിനകത്തുള്ള. അത് നമുക്ക് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ എല്ലാം കാണാനും ഒക്കെ പറ്റും. പിന്നെ ഇതുണ്ട്, ഈ തൂണുകളൊക്കെ സ്വർണ്ണ തൂണുകളാണ്. സ്വർണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ പണിയിരിക്കുന്നത്. പിന്നെ വാതിലുകളുണ്ട് സിൽവർ വെച്ചിട്ടുള്ള സിൽവർ കൊണ്ട് പണിഞ്ഞ വാതിലുകളും കാര്യങ്ങളൊക്കെ കാണാം. ദർബാർ ലിഫ്റ്റുകളുണ്ട്. അതുപോലെ കണ്ണാടിയുണ്ട്. ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണാടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കാഴ്ചകളാണ് ഈ പാലസിനകത്തുള്ളത്. നമ്മൾ ഒരിക്കലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ വിസിറ്റ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥലമാണ് ഈ പാലസ് എന്ന് പറയുന്നത്. ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്.
അപ്പോൾ ഈ കണ്ടത് സിൽവർ വെച്ചിട്ടുള്ള വാതിലാണ് അത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി സ്പീഡിൽ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കുക. അപ്പം നമ്മൾ പാലസിലെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അത് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.